ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഫ്രൂട്ട് ബെറിയപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഫ്ലേവേർഡ് യോഗട്ടും ഐസ്ക്രീമും ഫ്രൂട്ട്സും നട്ട്സും ഓട്സും എല്ലാം കൂടി ചേർത്തിട്ട് ഒരു മിക്സറായിട്ടുള്ളൊരു ഡെസേർട്ട് ആയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് നട്ട്സ് ഒന്ന് ചേർത്തിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം, ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊരു 15 കാഷ്യൂനട്ടും 15 ബദാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇതൊന്ന് ചേർത്തിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സ്മെല്ല് വരും. റോസ്റ്റ് ആയണ ആ സമയത്ത് നമുക്ക് ഓഫാക്കിയിട്ട് ഇത് മാറ്റി വെക്കാം. ഇപ്പോൾ നട്ട്സൊക്കെ നല്ല റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറാനായിട്ട് ഒരു ബൗളിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ഓട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാന് ചൂടായതിന് ശേഷം അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വരെ ഓട്സ് ചേർത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഓട്സ് കുറച്ച് ടൈം എടുക്കും കേട്ടോ ഒന്ന് റോസ്റ്റ് ചെയ്ത് കിട്ടാൻ. ഒരു 3 മിനിറ്റ് വരെ ഏകദേശം ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. എന്നാൽ അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലൊന്ന് ഒരു ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ 2 ഗ്ലാസ്സൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂണൊക്കെ മതിയാകും. ഇപ്പോൾ നല്ല റോസ്റ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ബെറിയപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ആപ്പിളും കുറച്ച് പോമഗ്രാനൈറ്റ്, കുറച്ച് ഗ്രേപ്സ്, ചെറിയ പഴം കട്ട് ചെയ്തെടുത്തത്, പിന്നെ കുറച്ച് സ്ട്രോബെറിയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് വേണം. പിന്നെ നമുക്ക് കോൺഫ്ലേക്സ് വേണം. പിന്നെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഓട്സ്, നട്ട്സ്, പിന്നെ ബെറിയപ്പിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഫ്ലേവേർഡ് യോഗട്ട് വേണം. അപ്പോൾ ഞാനിവിടെ സ്ട്രോബെറി ഫ്ലേവേർഡ് യോഗട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് പ്ലെയിന് യോഗട്ട് എടുത്തിട്ടുണ്ട്. അധികം തീരെ പുളിയില്ലാത്ത യോഗട്ടാണ് അതെടുക്കുക. പിന്നെ കുറച്ച് ബ്ലൂബെറി ക്രഷ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വാനില ഐസ്ക്രീം നമുക്ക് ആവശ്യമുണ്ട്. അപ്പം നമുക്കിതെങ്ങനെ ബെറിയപ്പ് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അത് ഈ ഫ്രൂട്ട്സിലോട്ട് കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലൈറ്റായിട്ടുള്ളൊരു സ്വീറ്റ്നെസ് കിട്ടിയാൽ മതി നമുക്ക് ഫ്രൂട്ട്സിന്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ബ്ലൂബെറി ഫ്ലേവറിലുള്ള യോഗട്ട് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഈ ബെറിയപ്പിൽ മെയിനായിട്ട് ഫ്ലേവേർഡ് യോഗട്ടിൻ്റെ ഒരു ഫ്ലേവറാണുള്ളത്. അപ്പോൾ മിൽക്കേഴ്സിൻ്റെ ഈ യോഗട്ടാണ് കേട്ടോ നല്ലത്. അധികം പുളിയില്ലാത്ത നല്ലൊരു യോഗട്ടാണ്. അപ്പോൾ കിട്ടുകയാണെങ്കിൽ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ പാക്കറ്റിലുള്ളതൊന്ന് യൂസ് ചെയ്തിട്ടോ, അത് ഭയങ്കര പുളിയാകുമ്പോൾ അതിനത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ കട്ട തൈരാണ് ഇതിന് വേണ്ടത്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഫ്ലേവേർഡ് യോഗട്ട് വാങ്ങിക്കാൻ കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. അല്ലെങ്കിൽ ഇതേപോലത്തെ തൈരിൽ നമുക്ക് സ്ട്രോബെറിൻ്റെയും ബ്ലൂബെറിൻ്റെയൊക്കെ പ്യൂരി ഉണ്ടാക്കിയിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് സൗകര്യം അതിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി. മിക്സിയിൽ നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഈ യോഗട്ടിൽ ചേർത്ത് കൊടുത്താൽ നമുക്ക് ഫ്ലേവേർഡ് യോഗട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ബ്ലൂബെറി ക്രഷ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ യോഗട്ടിലോട്ട് 2 ടേബിൾ സ്പൂണൊക്കെ മതിയാകും. അപ്പോൾ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നോക്കുക അതിൻ്റെ കളറും ഫ്ലേവറൊക്കെ വരുന്ന രീതിയിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് കളറും കുറച്ച് ഫ്ലേവറൊക്കെ കുറവായിട്ട് തോന്നി. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ക്രഷ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ക്രഷ് ചേർത്തിട്ടാൽ ഇതിൽ ചേർത്ത ക്രഷിൽ ഓൾറെഡി മധുരം ഉണ്ട്. എന്നാലും കുറച്ചും കൂടി ഒന്ന് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ മധുരം വേണ്ട കേട്ടോ, ലൈറ്റായിട്ടുള്ളൊരു മധുരം മതി. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സ്ട്രോബെറി യോഗട്ട് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഓൾറെഡി ഇതിൽ സ്ട്രോബെറിൻ്റെ പീസസ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതവിടെ മാറ്റി വെക്കുക. ഇനി നമുക്ക് ബെറിയപ്പ് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിലും പിന്നെ 2 സൈഡ് ഓപ്പൺ ആക്കിയിട്ടുള്ള ഒരു ട്രാൻസ്പാരൻറ്റ് ബോട്ടിൽ ഞാൻ സെറ്റ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 സൈഡ് ഓപ്പൺ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വാട്ടർ ബോട്ടിലില്ലേ അത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഗ്ലാസ് എടുക്കുന്ന സമയത്ത് കുറച്ച് ഉള്ളൊക്കെ വട്ടമുള്ള ടൈപ്പ് ഗ്ലാസ് ഉണ്ടാവില്ല, കുറച്ച് ഉള്ളിൽ വീതിയൊക്കെ ഉള്ള ടൈപ്പ്, അങ്ങനത്തെ ടൈപ്പ് ഗ്ലാസ് എടുക്കുമ്പോൾ കുറച്ചൊന്ന് ഡിമോൾഡ് ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള ഓട്സ് ചേർത്ത് കൊടുക്കുക, പിന്നെ നട്ട്സ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുകയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം കമഴ്ത്തി ഇങ്ങോട്ട് എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ഡിമോൾഡ് ചെയ്ത് കിട്ടാൻ കുറച്ച് പണിയായിരിക്കും. പിന്നെ കുറച്ച് കോൺഫ്ലേക്സ് നല്ലോണം പൊടിച്ചതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക.
അപ്പോൾ ഫ്രൂട്ട്സും നട്ട്സും ഇതൊക്കെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. എനിക്ക് തോന്നുന്നത് ഫ്ലേവേർഡ് യോഗട്ടും ഐസ്ക്രീം അതിൻ്റെ ക്വാണ്ടിറ്റിയാണ് മുന്നിട്ട് നിൽക്കേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കഴിച്ച് നോക്കിയ സമയത്ത്. നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഫ്ലേവേർഡ് യോഗട്ട് ചേർത്ത് കൊടുക്കുക. ബ്ലൂബെറി ഫ്ലേവർ ചേർത്ത് കൊടുത്ത് പിന്നെ സ്ട്രോബെറി ഫ്ലേവർ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഐസ്ക്രീം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ലൂസിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരു ലെയറും കൂടി നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഓരോ ലെയർ ഇട്ടിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഗ്ലാസ്സിൽ ചെയ്തെടുക്കുന്ന സമയത്ത് ഏറ്റവും ടോപ്പിൽ അധികം നിറച്ചിട്ട് ഫില്ല് ചെയ്യണ വരെ ചെയ്തെടുക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കമഴ്ത്തുന്ന സമയത്ത് ലീക്ക് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അധികം ഒന്ന് മുകളിലോട്ട് പൊക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ആ ഒരു കുറച്ചൊന്ന് താഴ്ന്നിട്ട് ലെവലിൽ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നിർത്തണം. ഇപ്പോൾ ഞാൻ ലെയറായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 സൈഡ് ഓപ്പൺ ആക്കിയിട്ടുള്ള ബോട്ടിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നോക്കാം. ശരിക്കും ബെറിയപ്പ് ഉണ്ടാക്കുന്ന ഈ ഒരു സ്റ്റൈലിലാണ്. അപ്പോഴാണ് നമുക്ക് പുള്ളപ്പ് ചെയ്യുമ്പോൾ ശരിക്കും കറക്റ്റ് ഇങ്ങോട്ട് താഴത്തേക്ക് ഇങ്ങനെ ഒലിച്ച് വരുന്ന ഒരു ഫീലിംഗ് കിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും ട്രാൻസ്പാരൻറ്റ് ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കലാണ്. അപ്പോൾ അതൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാനൊരു ഗ്ലാസ് ബോട്ടിൽ കട്ട് ചെയ്തെടുത്തതാണ്. പക്ഷേ ഇത് കറക്റ്റ് ലെവലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിനെക്കൊണ്ട് സൈഡിലൊക്കെ ഇടുന്നൊക്കെ പുറത്തോട്ടൊക്കെ തെറിക്കുന്നുണ്ട്. എന്നാലും ഈ രീതിയിലാണ് നമ്മൾ ശരിക്കും ചെയ്തെടുക്കുമ്പോൾ എന്നാലാണ് ആ ഒരു ബെറിയപ്പിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുള്ളൂ. നമുക്കിങ്ങനെ പുള്ളപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊന്നും ഇങ്ങനെ ട്രൈ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഓട്സും നട്ട്സും അപ്പോൾ നമ്മൾ ഗ്ലാസ്സിൽ ചെയ്തെടുത്തില്ല അതേപോലെ തന്നെയാണ് ഇതിലും ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ അത്യാവശ്യത്തിന് ഫ്രൂട്ട്സും നട്ട്സൊക്കെ എത്തതിന് ശേഷം അതിലോട്ട് ഫ്ലേവേർഡ് യോഗട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് സ്ട്രോബെറി ഫ്ലേവർ യോഗട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഐസ്ക്രീം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഐസ്ക്രീമൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം ചേർത്ത് കൊടുക്കട്ടോ. ഇപ്പോൾ നമുക്ക് 2 ടൈപ്പ് ഫ്ലേവേർഡ് യോഗട്ടും ഇതിലോട്ട് ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഐസ്ക്രീം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്ന വീഡിയോ സ്കിപ്പായിപ്പോയി. പിന്നെ ഐസ്ക്രീം ചേർത്തതിന് ശേഷം ഫ്രൂട്ട്സും നട്ട്സും ഓട്സൊക്കെ ചേർത്തിട്ട് പിന്നെ ഫ്ലേവേർഡ് യോഗട്ട് ചേർത്ത് കൊടുക്കുക, ഐസ്ക്രീം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലോട്ട് അവസാനം കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് നട്ട്സും പിന്നെ കുറച്ച് ഓട്സൊക്കെ അല്ലേ അത് ചേർത്തിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്ത സമയത്ത് ബോട്ടിൽ കറക്റ്റ് ലെവലിൽ കിട്ടാത്തതുകൊണ്ട് അടിഭാഗമൊക്കെ ലീക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഗ്ലാസ് ഷീറ്റ് വാങ്ങിയിട്ട് ഒന്ന് ഗ്ലാസിൻ്റെ രൂപത്തിൽ ഒട്ടിച്ചിട്ട് എടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് പുള്ളപ്പ് ചെയ്ത് നോക്കാം. ശരിക്കും ബെറിയപ്പിൻ്റെ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് നമ്മൾ പുള്ളപ്പ് ചെയ്യുന്ന സമയത്ത് ഫ്രൂട്ട്സും നട്ട്സും യോഗട്ടും ഐസ്ക്രീം എല്ലാം കൂടി താഴോട്ട് ഇങ്ങനെ ഒലിച്ചിട്ട് ഇറങ്ങണ ആ ഒരു നമുക്ക് കാണുമ്പോഴൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ ഒരു സ്റ്റൈലും അതിൻ്റെ ഒരു ഭംഗിയും. അപ്പോൾ കഴിക്കാനും ടേസ്റ്റാണ്. ഫ്രൂട്ട്സിൻ്റെ യോഗട്ടിൻ്റെ ഒക്കെ ഒരു ഡിഫറെൻ്റ് ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പിയൊക്കെ ഇഷ്ടമാവുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. So I'm going to be trying this fruit berry up and this is a very weird name. It's so funny. But yeah, it's very healthy, as you can tell. It has fruits, yogurt, ice cream, cashew nut, and yeah. But let's try this. I'm scared. I'll get rid of the thingies. It also has cornflakes in it. Okay. Oh my god, it tastes so good. If you like this video, don't forget to subscribe, like, and share.